വിവാഹം എന്ന് പറയുന്നത് ഒരു പവിത്രമായ ബന്ധമായാണ് എല്ലാവരും കണക്കാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിനിയായ രേഷ്മ വിവാഹത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത്. അത്തരത്തിൽ പവിത്രമായ നിരവധി വിവാഹങ്ങളും രേഷ്മ കഴിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കാനുള്ള താല്പര്യം കൊണ്ടാണോ എന്നറിയില്ല, കഴിച്ച വിവാഹങ്ങളൊന്നും തന്നെ അധികകാലം മുന്നോട്ടു പോയിട്ടുമില്ല. ദിവസങ്ങൾക്ക് മുൻപ് ഒരു മാട്രിമോണിയൽ പരസ്യത്തിൽ രേഷ്മയുടെ ചിത്രങ്ങൾ കണ്ടതോടെയാണ് തിരുവനന്തപുരം സ്വദേശിയും പഞ്ചായത്ത് അംഗവുമായ യുവാവ് ആ നമ്പറിൽ ബന്ധപ്പെടുന്നത്. പിന്നാലെ അമ്മ എന്ന് പരിചയപ്പെടുത്തിയ ഒരു സ്ത്രീ ഇയാളെ ബന്ധപ്പെടുകയും തുടർന്ന് രേഷ്മയുടെ നമ്പർ കൈമാറുകയുമായിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ സംസാരിക്കുകയും നേരിട്ട് കാണാമെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇരുവരും കോട്ടയത്തെ ഒരു പ്രമുഖ മാളിൽ വെച്ച് നേരിൽ കാണുകയും ചെയ്തു. ഇരുവരും തമ്മിൽ സംസാരിച്ച ശേഷം 6 മാസങ്ങൾക്ക് ശേഷം വിവാഹം നടത്താമെന്ന ധാരണയിലെത്തുകയും ചെയ്തു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് യുവാവുമായി ആദ്യം ബന്ധപ്പെട്ട അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ തന്റെ സ്വന്തം അമ്മയല്ല എന്ന രേഷ്മ പറയുന്നത്. തന്നെ ദത്തെടുത്ത് വളർത്തിയതാണെന്നും വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിൽ അവർക്ക് ഒരു താല്പര്യവുമില്ല എന്നുമായിരുന്നു രേഷ്മ പറഞ്ഞത്. കൂടാതെ താനുമായി എപ്പോഴും അവർ വഴക്കിടുമെന്നും രേഷ്മ പറഞ്ഞു. രേഷ്മയുടെ ഈ കഥ കേട്ട മനസ്സലിവ് തോന്നിയ ആ യുവാവ് നമുക്ക് 6 മാസം വരെ കാത്തിരിക്കേണ്ടെന്നും വിവാഹം ഉടൻ തന്നെ നടത്താമെന്നും രേഷ്മയ്ക്ക് വാക്കു നൽകി. സംസ്കൃതത്തിൽ PhD ചെയ്യുകയാണെന്ന് പറഞ്ഞ രേഷ്മ വരുന്ന ജൂൺ 6-ന് വിവാഹം നടത്താമെന്ന് സമ്മതിക്കുകയായിരുന്നു. ഇതുകൂടാതെ ഇത് തന്റെ ആദ്യത്തെ വിവാഹമെന്നാണ് രേഷ്മ യുവാവിനോട് പറഞ്ഞിരുന്നത്. തുടർന്ന് അമ്മയറിയാതെ തിരുവനന്തപുരത്തേക്ക് എത്താനും യുവാവ് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച യുവാവ് പറഞ്ഞതുപ്രകാരം രേഷ്മ തിരുവനന്തപുരം വെമ്പായത്തുള്ള യുവാവിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കെത്തി. എന്നാൽ അവിടെ എത്തിയതോടെ സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് തോന്നിയ ചില സംശയങ്ങളാണ് യുവാവിന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ കാരണമായത്. സുഹൃത്തിന്റെ വീട്ടിലെത്തിയ ശേഷം യുവതിയുടെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ തോന്നുകയായിരുന്നു. ഇതോടെ സംഭവം പ്രതിശ്രുത വരനെയും സുഹൃത്ത് അറിയിച്ചു. തുടർന്ന് ഇന്നലെ രാവിലെ വിവാഹത്തിനൊരുങ്ങുന്നതിനായി രേഷ്മ ബ്യൂട്ടി പാർലറിലേക്ക് പോയ തക്കം നോക്കി പ്രതിശ്രുത വരനും ബന്ധുവും ചേർന്ന് ഇവരുടെ ബാഗ് പരിശോധിക്കുകയായിരുന്നു. ഇതോടെയാണ് ഇവർ മുൻപ് വിവാഹിതയായ രേഖകൾ അടക്കം ഇവർക്ക് ലഭിക്കുന്നത്. തുടർന്ന് സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ യുവതി കടന്നു കളഞ്ഞാലോ എന്ന് കരുതി സംഭവം രേഷ്മയോട് ഇവർ പറഞ്ഞില്ല. പിന്നീട് അണിഞ്ഞൊരുങ്ങിയെത്തി വിവാഹമണ്ഡപത്തിലേക്ക് പോകുന്നതിനിടയിലാണ് പോലീസ് എത്തി ഇവരെ പിടികൂടുന്നത്. ഇതോടെയാണ് രേഷ്മയുടെ പൂർവ്വകാല ചരിത്രങ്ങളെല്ലാം പുറത്തുവരുന്നതും. രേഷ്മ 10 പേരെ മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ ഇവർക്ക് 2 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. കഴിഞ്ഞ 1.5 മാസം മുൻപാണ് രേഷ്മ അവസാനമായി വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ച ശേഷം താലിമാലയും കയ്യിൽ കിട്ടുന്ന മറ്റ് സാധനങ്ങളും എല്ലാം കൈക്കലാക്കി മുങ്ങുന്നതാണ് രേഷ്മയുടെ പതിവ് എന്നും പോലീസ് പറഞ്ഞു. ഇതൊന്നും കൂടാതെ അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു യുവാവുമായും യുവതി വിവാഹം നിശ്ചയിച്ചിരുന്നു. ആര്യനാട് പോലീസാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ വിവാഹം നടക്കേണ്ടിയിരുന്ന യുവാവിനോടും ഇന്ന് തൊടുപുഴയിൽ പോയി കുറച്ച് പുസ്തകങ്ങൾ വാങ്ങാനുണ്ട് എന്ന് യുവതി പറഞ്ഞിരുന്നു. എന്തായാലും സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് തോന്നിയ ആ സംശയത്തിന്റെ മുകളിൽ ഒരു വലിയ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് പഞ്ചായത്ത് അംഗം കൂടിയായ ആ യുവാവ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.